ഓക്കെ, നമുക്ക് നേരെ കാര്യത്തിലേക്ക് കടക്കാം. അപ്പോ കഴിഞ്ഞ ഒരു വർഷമായിട്ട് നിങ്ങൾ പഠിക്കാനും അസൈൻമെന്റ് ചെയ്യാനുമൊക്കെ ChatGPT ഫുൾ ഓൺ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഒരു ചെറിയ പ്രശ്നമുണ്ട്. അല്ല, ഒരു വലിയ പ്രശ്നം തന്നെയുണ്ട്. ഒരു വർഷം മുൻപുണ്ടായിരുന്നതിനേക്കാൾ ബുദ്ധി ചിലപ്പോൾ ഇപ്പോൾ കുറവായിരിക്കും. എന്താ ഞെട്ടിയോ? അതെ, ഇതാണ് ഇന്നത്തെ നമ്മുടെ $1 മില്യൺ ചോദ്യം. ഈ AI ഒക്കെ വന്നിട്ട് നമ്മുടെ ലൈഫ് ശരിക്കും ഈസി ആക്കുവാണോ, അതോ നമ്മളറിയാതെ നമ്മുടെ തലച്ചോറിനെ പതുക്കെ പതുക്കെ പഴുപ്പാക്കിക്കൊണ്ടിരിക്കുവാണോ? വാ, നമുക്കിതൊന്ന് ശരിക്കും പൊളിച്ചെടുക്കി നോക്കാം. ഓക്കെ, അപ്പോ ഇതാണ് സംഭവം വേറെങ്ങും നിന്നല്ല, നേരെ MITയിൽ നിന്നാണ് വരുന്നത്. അവരുടെ ഒരു പുതിയ പഠനം, പേര് യോർ ബ്രെയിൻ ഓൺ ChatGPT. ഇതിലെ കണ്ടെത്തലുകൾ കേട്ടാൽ ട്രസ്റ്റ് മീ, നിങ്ങൾ മൊത്തത്തിലൊന്ന് കിടുങ്ങിപ്പോവും. ശരി, അപ്പൊ നമുക്ക് ആദ്യത്തെ സെക്ഷനിലേക്ക് കിടക്കാം. ഈ പഠനമനുസരിച്ച് AI എങ്ങനെയൊക്കെയാണ് നമ്മുടെ തലച്ചോറുമായിട്ട് ശരിക്കും മെസ്സ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോ ഈ MITയിലെ ചേട്ടന്മാര് ചെയ്തത് എന്താണെന്നറിയോ? അവർ കുറച്ച് ആളുകളെ വിളിച്ച് 3 ഗ്രൂപ്പാക്കി തിരിച്ചു. ആദ്യത്തെ ഗ്രൂപ്പ്, അതായത് LLM ഗ്രൂപ്പ്, അവർക്ക് ഉപന്യാസം എഴുതാൻ ChatGPT മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. രണ്ടാമത്തെ ഗ്രൂപ്പ് നമ്മുടെ പഴയ ഗൂഗിൾ ചേട്ടനെ ഉപയോഗിച്ചു. പിന്നെ മൂന്നാമത്തെ ഒരു ഗ്രൂപ്പ്, പാവങ്ങള്, അവർക്ക് സ്വന്തം തലച്ചോറും മാത്രമേ ഉപയോഗിക്കാൻ പറ്റുമായിരുന്നുള്ളൂ. ഹോ, കഷ്ടം തന്നെ. ഇനി റിസൾട്ട് കേൾക്കണ്ടേ? സത്യം പറഞ്ഞാല് ഇത് വേറെ ലെവൽ ഷോക്കിംഗ് ആയിരുന്നു. ഓരോരുത്തരുടെയും ബ്രെയിൻ ആക്ടിവിറ്റി ഈജി വെച്ച് അളന്നപ്പോ എന്താ കണ്ടെന്നറിയോ? ChatGPT ഉപയോഗിച്ച ടീമില്ലേ, അവരുടെ തലച്ചോറ് ഓൾമോസ്റ്റ് ഉറങ്ങുമായിരുന്നു. 0 ആക്ടിവിറ്റി. എന്നാൽ ഏറ്റവും കൂടുതൽ ബ്രെയിൻ പവർ ഉപയോഗിച്ചതാരാ? നമ്മുടെ ബ്രെയിൻ ഓൺലി ഗ്രൂപ്പ്. അത് പിന്നെ ഒബ്വിയസ് ആണല്ലോ അല്ലേ? പക്ഷേ കേട്ടോ, ഏറ്റവും ക്രേസി പാർട്ട് അതല്ല. ഈ LLM ഗ്രൂപ്പിന് പിന്നീട് കാര്യങ്ങൾ ഓർത്തെടുക്കാൻ ഭയങ്കര പാടായിരുന്നു. അതും പോരാഞ്ഞിട്ട് AI ഉപയോഗം നിർത്തിയതിനു ശേഷവും അവരുടെ ബ്രെയിൻ ആക്ടിവിറ്റി നോർമലായില്ല. അതിന്റെ അർത്ഥമെന്താ? AI ഉപയോഗം നിങ്ങളുടെ തലച്ചോറിൽ ഒരു പെർമനന്റ് നെഗറ്റീവ് മാർക്ക് ഉണ്ടാക്കുന്നുണ്ട്. സീരിയസ്ലി, സീൻ. അപ്പോ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? AI എങ്ങനെയാണ് നമ്മുടെ തലച്ചോറിനെ ഇങ്ങനെയൊരു ബൈപ്പാസ് മോഡിലേക്ക് തള്ളിവിടുന്നത്? നമുക്കൊന്ന് ഡീപ്പായിട്ട് നോക്കാം. നോക്ക്, നമ്മൾ ശരിക്കും ഒരു കാര്യം പഠിക്കുമ്പോൾ അതൊരു 3 സ്റ്റെപ്പ് പ്രോസസ്സാണ്. ഒന്നാമത്തേത് പുതിയ ഇൻഫർമേഷൻ കിട്ടുന്നു, ഓക്കെ. രണ്ടാമത്തെ സ്റ്റെപ്പാണ് ഏറ്റവും ടഫ്, ഏറ്റവും ഇമ്പോർട്ടന്റ്. ഇതിനെ നമുക്കൊരു മെന്റൽ ജിം വർക്കൗട്ട് എന്ന് വിളിക്കാം. നമ്മുടെ തലച്ചോറ് ഈ കിട്ടിയ വിവരങ്ങളെല്ലാം എടുത്ത് പ്രോസസ്സ് ചെയ്ത്, ഓർഗനൈസ് ചെയ്ത്, കണക്ട് ചെയ്ത് ആകെ ഒരു ഗുസ്തിയാണ് അവിടെ നടക്കുന്നത്. ആ ഒരു സ്ട്രഗിൾ, ആ ഒരു അധ്വാനമാണ് നമുക്ക് യഥാർത്ഥ ഓർമ്മയും സ്കില്ലും തരുന്നത്. പക്ഷേ ChatGPT ഉപയോഗിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് നോക്കിക്കേ. ആ കഠിനമായ മെന്റൽ ജിം സെഷനില്ലേ, ആ സ്റ്റെപ്പ് 2, അത് കംപ്ലീറ്റായിട്ട് സ്കിപ്പ് ചെയ്യാൻ പറ്റും. AI നമുക്ക് വേണ്ടി എല്ലാ ഹെവി ലിഫ്റ്റിങ്ങും ചെയ്യും. അപ്പം നമുക്ക് തോന്നും, ഹോ, ഞാൻ പഠിച്ചു കഴിഞ്ഞു എന്ന്. പക്ഷെ അതൊരു ഇല്യൂഷൻ മാത്രമാണ്. ഇതൊരു തരം സ്കാമാണ്, നമ്മളെ തന്നെ പറ്റിക്കുന്ന പരിപാടി. ഈ പരിപാടിക്ക് ടെക്നിക്കലായിട്ടൊരു പേരുണ്ട്, കോഗ്നിറ്റീവ് ഓഫ്ലോഡിംഗ്. സിമ്പിളായി പറഞ്ഞാൽ, നിങ്ങളുടെ തലച്ചോറ് ചെയ്യേണ്ട പണി ഒരു ടൂളിന് ഔട്ട്സോഴ്സ് ചെയ്യണു. ഇത് നമ്മൾ എപ്പോഴും ഗൂഗിൾ മാപ്സ് വെച്ച് ഒരേ സ്ഥലത്തേക്ക് പോകുന്നത് പോലെയാ. എത്ര തവണ പോയാലും മാപ്പ് ഇല്ലാതെ പോവാൻ പറഞ്ഞാൽ വഴി അറിയില്ല. കാരണം നമ്മുടെ തലച്ചോറ് ആ പണി എടുക്കുന്നില്ല. അപ്പോൾ ഒന്ന് ഓർക്കുക, ഒരു കാര്യം മനസ്സിലാക്കുന്നത് അത് പഠിക്കുന്നതിന് തുല്യമല്ല. ആ ഡീപ്പ് തിങ്കിങ് നടന്നില്ലെങ്കിൽ യഥാർത്ഥ പഠനം എന്ന് പറയുന്ന സാധനം അവിടെ നടക്കുന്നേയില്ല. ഓക്കെ, ഇനി AIയെ കണ്ണുമടച്ചു വിശ്വസിക്കുന്നതിലെ രണ്ടാമത്തെ വലിയ പ്രശ്നം. ഞാനിതിനെ ഗംഭീര AI തള്ള് എന്നാ വിളിക്കുക. AIയുടെ ഏറ്റവും വലിയൊരു കുഴപ്പം എന്താന്ന് വെച്ചാൽ, അത് ഭയങ്കര കോൺഫിഡൻസോടെ ഒരു ഉളുപ്പുമില്ലാതെ പച്ചക്കള്ളം പറയും. ടെക്നിക്കലി ഇതിനെ AI ഹാലൂസിനേഷൻ എന്ന് പറയും. അതായത് AI യാതൊരു അടിസ്ഥാനവുമില്ലാത്ത കാര്യങ്ങൾ ഫാക്റ്റാണെന്ന രീതിയിൽ അങ്ങ് തട്ടിവിടും. സിമ്പിളായി പറഞ്ഞാൽ ഒരു രക്ഷയുമില്ലാത്ത തള്ള്. കാരണം ChatGPT പോലുള്ള AI മോഡലുകൾക്ക് സത്യമെന്താ കള്ളമെന്താ എന്നൊന്നും ഒരു പിടിയില്ല. അവയ്ക്കാകെ അറിയാവുന്നത് പ്രോബബിലിറ്റി മാത്രമാണ്. അതായത് ഒരു വാചകത്തിൽ അടുത്തത് വരാൻ ഏറ്റവും സാധ്യതയുള്ള വാക്കേതാണെന്ന് പ്രെഡിക്റ്റ് ചെയ്യുക. ശരിക്കും പറഞ്ഞാൽ ഇതൊരു സൂപ്പർ അഡ്വാൻസ്ഡ് ഓട്ടോ കറക്റ്റ് മാത്രമാണ്. അപ്പോ കുറച്ച് കോംപ്ലക്സായ വിഷയങ്ങളിൽ ഇതിനെ അപ്പാടെ വിശ്വസിക്കാൻ പറ്റുമോ? ഒരിക്കലുമില്ല. അപ്പോ ഇതാണ് ഏറ്റവും വലിയൊരു ഐറണി. AI ഉപയോഗിച്ച് നിങ്ങൾക്കൊരു എക്സ്പേർട്ട് ആകാൻ പറ്റില്ല. സത്യത്തില് AI ശരിയായി ഉപയോഗിക്കണമെങ്കിൽ അത് പറയുന്നതിലെ തെറ്റുകൾ കണ്ടെത്താൻ നിങ്ങൾ ഓൾറെഡി ഒരു എക്സ്പേർട്ട് ആയിരിക്കണം. ഇതൊരു ക്ലാസിക് catch-22 സിറ്റുവേഷനാണ്. അതായത് എക്സ്പേർട്ട് ആകാൻ AI ഉപയോഗിക്കാമെന്ന് വിചാരിക്കും, പക്ഷേ അത് ഉപയോഗിക്കാൻ തന്നെ എക്സ്പെർട്ടൈസ് വേണം. അടിപൊളിയല്ലേ?
ഓക്കെ ഇത്രയും നേരം പേടിപ്പിച്ചത് മതി. ഇനി നമുക്ക് സൊല്യൂഷൻസിനെ പറ്റി സംസാരിക്കാം. അപ്പോൾ ചോദ്യം ഇതാണ്, നമ്മുടെ തലച്ചോറിനെ വെറുതെ സൂപ്പ് വെക്കാതെ ഈ AI-യെ എങ്ങനെ ഒരു പവർഫുൾ ടൂളായിട്ട് സ്മാർട്ടായി ഉപയോഗിക്കാം? അതിനൊരു വഴിയുണ്ട്. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട രീതി മാറ്റണം. AI-യെ നിങ്ങളുടെ തലച്ചോറിനൊരു റീപ്ലേസ്മെന്റായി കാണരുത്. പകരം അതിനെ നിങ്ങളുടെ ഒരു സൂപ്പർ സ്മാർട്ട് അസിസ്റ്റന്റായി കാണുക. നിങ്ങളുടെ എല്ലാ ചിന്തകളും അതിനെ ഔട്ട്സോഴ്സ് ചെയ്യുന്നതിന് പകരം ബോറിംഗ് ആയിട്ടുള്ള, മടുപ്പിക്കുന്ന, റിപ്പിറ്റേറ്റീവ് ജോലികളില്ലേ, അതൊക്കെ ചെയ്യാൻ അതിനെ ഏൽപ്പിക്കുക. അപ്പോൾ എന്ത് സംഭവിക്കും? ശരിക്കും പ്രാധാന്യമുള്ള, ആഴത്തിലുള്ള ചിന്തയ്ക്ക് നിങ്ങളുടെ ബ്രെയിൻ പവർ ഫ്രീ ആവും. അപ്പോൾ ഇതാണ് നിങ്ങളുടെ പുതിയ AI ഗെയിം പ്ലാൻ. റെഡിയല്ലേ? ആശയങ്ങൾ ബ്രെയിൻ സ്റ്റോം ചെയ്യാൻ AI ഉപയോഗിക്കാം. ഒരു വിഷയത്തെക്കുറിച്ച് പെട്ടെന്നൊരു ഓവർവ്യൂ കിട്ടാൻ ഉപയോഗിക്കാം. ഡിഫറന്റ് പെർസ്പെക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് അറിയാൻ ഉപയോഗിക്കാം. ഒരു സൗണ്ടിംഗ് ബോർഡ് പോലെ ഉപയോഗിക്കാം. പക്ഷേ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആഴത്തിലുള്ള ചിന്ത, ആ റിയൽ വർക്ക്, ആ ഹെവി ലിഫ്റ്റിംഗ്, അത് നിങ്ങൾ തന്നെ ചെയ്യണം. നോ കോംപ്രമൈസ്. ഓർക്കുക, നിങ്ങൾ പുതിയൊരു കാര്യം പഠിക്കുമ്പോൾ ആ ഒരു സ്ട്രഗിൾ, ആ കൺഫ്യൂഷൻ, ചിലപ്പോൾ ഒരു ഓവർവെൽമിംഗ് ഫീലിംഗ് ഒക്കെ വരുമല്ലോ. അതൊരു നല്ല സൈനാണ്. അതിന്റെ അർത്ഥം നിങ്ങളുടെ തലച്ചോറ് വളരുകയാണെന്നാണ്. പുതിയ ന്യൂറൽ കണക്ഷനുകൾ ഉണ്ടാക്കുകയാണെന്നാണ്. ആ ഒരു ഫീലിംഗിനെ ബൈപ്പാസ് ചെയ്യാൻ AI-യെ ഉപയോഗിക്കരുത്. ആ ഗ്രൈൻഡ് എൻജോയ് ചെയ്യുക. കാരണം അവിടെയാണ് മാജിക് സംഭവിക്കുന്നത്. അപ്പോൾ ഈ ഒരു ചോദ്യത്തോടെ ഞാൻ നിർത്തുകയാണ്. ഭാവി തീർച്ചയായും AI-യുടേതാണ്, അതിലൊരു സംശയവുമില്ല. പക്ഷേ ആ ഭാവിയില് നിങ്ങളുടെ തലച്ചോറിന്റെ കൺട്രോള് ആരുടെ കയ്യിലായിരിക്കും? അത് നിങ്ങളുടെ കയ്യിൽ തന്നെയാണോ? അതോ നിങ്ങൾ അതിന്റെ താക്കോല് ഏതെങ്കിലും ഒരു അൽഗോരിതത്തിന് കൈമാറിക്കഴിഞ്ഞോ? ഒന്ന് ആലോചിച്ചു നോക്കുക.